വടക്കാഞ്ചേരി ടൗണിനെ വീണ്ടും വെള്ളത്തിൽ മുക്കുമോ? പ്രദേശവാസികൾ ആശങ്കയിൽ. വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം പൊളി നടന്നുവരികയാണല്ലോ. പൊളിച്ച പാലത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ പുഴയിൽ തന്നെ കിടക്കുന്ന ഗൗരവകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കൂടാതെ പഴയ ഇരുമ്പ് പാലം പൊട്ടി പുഴയിലേക്ക് വീണിട്ടുമുണ്ട്. മെറ്റൽ സ്ട്രക്ചറും വലിയ അളവിൽ കല്ലും മണ്ണും മുറിച്ച മരങ്ങളുടെ അവശിഷ്ടങ്ങളും വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഒരു വേനൽ മഴ ശക്തിയായി പെയ്താൽ തന്നെ പുഴയോരത്ത് കൂന കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും കൂടി പുഴയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു വലിയ തടയണ രൂപപ്പെടും. കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെ മെയ് മാസത്തിൽ തന്നെ കാലവർഷം തുടങ്ങിയാൽ പുഴയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സാരമായി തടസ്സപ്പെടാൻ ഇത് ഇടയാക്കും എന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. ഇത് ഏറ്റവും അധികം ബാധിക്കുക ടൗൺ ഡിവിഷനുകളെയാണ്. മഴ തുടങ്ങിയാൽ പിന്നെ അടുത്ത വേനൽക്കാലം വരെ ഒന്നും ചെയ്യാതെ കരാറുകാരും മാറി നിൽക്കും. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും വേണ്ടിവരും പാലം പണി പൂർത്തിയാകാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡിവൈൻ്റെ താഴെയുള്ള വെള്ളച്ചാല് ഈ മണ്ണ് കിടക്കുന്നതുകൊണ്ട് മൂടിപ്പോയിട്ടുണ്ട്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ റോഡിലും ആ ഭാഗത്തെ കടകളിലും കയറും. ഈ വിഷയത്തിൽ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ശക്തമായ ആവശ്യം. വടക്കാഞ്ചേരി പാലത്തിന്റെ പടിഞ്ഞാറ് വശവും വളരെ ശോചനീയമായ അവസ്ഥയാണ്. പുഴയ്ക്ക് സ്വാഭാവികമായി ഒഴുകുന്നതിനുള്ള യാതൊരുവിധ പ്രവൃത്തികളും ഇതുവരെ നടപ്പിൽ വരാത്തതു വീണ്ടും വടക്കാഞ്ചേരിയെ പ്രളയത്തിൽ മുക്കുമെന്ന തീർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.